ചങ്ങനാശ്ശേരി ജയ കേരള ചിൽഡ്രൻസ് തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഡ്രാമ സ്വാമി അയ്യപ്പൻ. സ്വാമി അയ്യപ്പൻ. നമസ്കാരം, ഏവർക്കും കേരള മലയാളിയിലേക്ക് സ്വാഗതം. ഈ ന്യൂസ് ബുള്ളറ്റിൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അറോറ ഷീ കളക്ഷൻസ്, കളത്തിപ്പടി, കോട്ടയം. കുറഞ്ഞ ചെലവിൽ അണിഞ്ഞൊരുങ്ങാം. ഇന്ന് കേരള മലയാളി അന്വേഷിക്കുന്നത് കോട്ടയം പാക്കിലെ ജനങ്ങളുടെ ദുരിതമാണ്. കഴിഞ്ഞ ഒരു മാസമായി ജലവിതരണത്തിനായി വാട്ടർ അതോറിറ്റി റോഡിന്റെ ഇരുവശങ്ങളിലുമായി കുഴിച്ച കുഴികൾ വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ദുരിതമാകുന്നു. ഒരു റിപ്പോർട്ട്. കഴിഞ്ഞ ഒരു മാസം മുൻപ് വാട്ടർ അതോറിറ്റി ജലവിതരണത്തിനായാണ് ചെട്ടിക്കുന്ന് മുതൽ പാക്കിൽ വരെ റോഡിന്റെ ഇരുവശങ്ങളിലും കുഴികൾ തീർത്തത്. എന്നാൽ കുഴി മൂടുകയും വീണ്ടും കുഴിക്കുകയും ചെയ്യുന്നത് ഇപ്പോഴും തുടരുന്നു. കനത്ത വേനൽക്കാലത്തെ കുഴികൾ കുത്തിയത് വലിയ തോതിൽ പൊടിശല്യത്തിന് കാരണമാകുന്നു. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും വിദഗ്ധരായ തൊഴിലാളികളുടെ അപര്യാപ്തതയും മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നു പോകുന്നു. എന്നാൽ ഇത് ഇപ്പോൾ വേട്ടയാടുന്നത് സമീപത്തെ വ്യാപാരികളെയും കാൽനടയാത്രക്കാരെയും ഒരുപോലെയാണ്. മുനിസിപ്പാലിറ്റിയിലെ ചെട്ടിക്കുന്ന്, വള്ളം, പാക്കിൽ പ്രദേശങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ കാരണം, അശാസ്ത്രീയമായ പണി കാരണം ഞങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടുന്നു. പൊടി കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കട വിട്ടു പോകേണ്ട സാഹചര്യം വരുന്നു. അതിന് നിങ്ങൾ സത്യമായ നടപടി എടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കും. ഈ കോട്ടയം മുനിസിപ്പാലിറ്റിയില് പാക്കിൽ പ്രദേശത്ത്, വിശേഷിച്ച് പാക്കിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം വാട്ടർ അതോറിറ്റിയുടെ വലിയ പൈപ്പ് മാറിയിട്ട് പുതിയ പൈപ്പ് ഇടുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം പൊടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടി. ഇത് വാട്ടർ അതോറിറ്റിക്കാരന്റെ അനാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പൈപ്പ് ഇടുന്നതിന് വേണ്ടി വലിയ കുഴി എടുക്കുക, അത് പിന്നെ മണ്ണിട്ട് മൂടുക, വീണ്ടും അത് പൊട്ടുക, ഇത് വീണ്ടും മണ്ണിട്ട് മൂടുക. അങ്ങനെ ഈ പാക്കൽ പ്രദേശത്തെ കടകൾ തുറന്ന് പ്രവർത്തിച്ചിട്ട് ഏതാണ്ട് രണ്ടാഴ്ചയായി കൂടുതൽ ഈ അവിടെ കടകളെല്ലാം തുറന്ന് പ്രവർത്തിച്ചിട്ട്. പിന്നെ ശ്വാസം മുട്ടല്, ഈ ബസ്സുകൾ പോലും കോട്ടയം ടൗണിൽ നിന്നുള്ള പാക്കൽ കവരെ വരുന്നില്ല. കാരണം പരിസരത്തുകൂടി മാത്രമേ ഈ ബസ്സുകൾ പോകുന്നുള്ളൂ. ഇവിടെ വന്നാൽ ഭയങ്കര പുക പോലാണ് പൊടി പറക്കുന്നത്. അടിയന്തരമായി ഈ വിഷയത്തിൽ അതിന്റെ വേണ്ടപ്പെട്ട അധികാരികളെ ഇടപെടണം. വാട്ടർ അതോറിറ്റിക്കാരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുവോ, ഞങ്ങൾക്ക് ഇവിടെ സമാധാനമായിട്ട് അസുഖമില്ലാതെ ജീവിക്കുന്നതിന് വേണ്ടിയും ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉത്തരവാദിത്തപ്പെട്ടവർ ഉണ്ടാക്കി തരണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രദേശവാസികൾ വാട്ടർ അതോറിറ്റിയിൽ വിളിച്ച് പരാതിപ്പെട്ടപ്പോൾ ഇന്ന് ശരിയാക്കി തരാം, നാളെ ശരിയാക്കി തരാം, മിനിഞ്ഞാന്ന് ശരിയാക്കി തരാം എന്ന പഴയ പല്ലവി ഇപ്പോഴും അവർ തുടരുന്നു. പാക്കിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ താഴെ വീണിരിക്കുകയാണ്. ചില മാസങ്ങളായി ചെട്ടിക്കുന്ന്, പതിനഞ്ചപ്പടി, പാക്കിൽ പ്രദേശങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 മാസമായി ഇവിടെ 2 സൈഡിലും കുഴിയെടുത്തു, പൈപ്പ് സ്ഥാപിച്ചു. റോഡ് സൈഡിലെല്ലാം മണ്ണ് കൂമ്പരമായി കൂടിക്കിടക്കുകയാണ്. വാഹനങ്ങൾ ഇതിലെ പോകുമ്പോൾ ശക്തമായി പൊടി മുഖാന്തരം കട പോലും തുറക്കാത്ത അവസ്ഥയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ബേക്ക് നടത്തുന്ന ആളാണ്. ഇവിടെ കാപ്പിയും ലഘുഭക്ഷണമൊക്കെ വിതരണം ചെയ്ത കടയാണ്. ഞാനിപ്പോൾ 1.5 ആഴ്ചയോളമായി കട അടച്ചിട്ടിരിക്കുകയാണ്. യാതൊരു രീതിയിലും ഇവിടെ പ്രവർത്തനം നടത്താൻ മേലാത്ത സ്ഥിതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അധികാരികളൊക്കെ അറിയിച്ചെങ്കിലും ചെറിയ ഓട്ടോറിക്ഷയിൽ 500 ലിറ്ററിൻ്റെ ടാങ്കുമായി ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വെള്ളം അടിക്കും. പിന്നെ 2 ദിവസം കഴിഞ്ഞ് അവരെ കാണത്തില്ല. എന്ന് വിളിക്കുമ്പോൾ ഇപ്പം വണ്ടി വിടും, വെള്ളം അടിക്കുമെന്ന് പറയുന്നതല്ലാതെ യാതൊരു വിധത്തിലുള്ള തീരുമാനം എടുക്കുകയോ ഞങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുകയോ ചെയ്തിട്ടില്ല. വളരെ ശക്തമായ പൊടിയാണ്. വീട്ടിലാണെങ്കിൽ പ്രായമുള്ള എൻ്റെ പിതാവ്, മതമൊക്കെ ഉള്ളതാണ്. എല്ലാവരും അസുഖമുള്ള ആൾക്കാരാണ്. ഇത് മുഖാന്തരം വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടെത്താണ്. അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. എല്ലാ കടകൾക്കാരും വളരെയധികം ബുദ്ധിമുട്ട് കൂടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു പാളി മാത്രം തുറന്നു വെച്ചുകൊണ്ട് കട വന്നിരിക്കുകയാണ്. ഇനി അടച്ചിട്ട് കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പൊടിയുടെ ശല്യമാണെങ്കിലും ഇന്നിപ്പോൾ കട വീണ്ടും തുറക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വളരെയധികം ബുദ്ധിമുട്ട്. ഇന്ന് ഈ സമയം വരെയും ഒരു തുള്ളി വെള്ളം പോലും ഈ വഴിയിൽ ഒഴിക്കുകയോ പൊടി മാറ്റാനുള്ള മാർഗങ്ങൾ ചെയ്യുകയോ അധികാരപ്പെട്ടത് ചെയ്തിട്ടില്ല. എത്രയും ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഗതികെട്ട ചില വ്യാപാരികൾ തുണി ഉപയോഗിച്ചും
പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിച്ചും സംരക്ഷണം തേടിയിരിക്കുകയാണ്. ചിലർ കടകൾ അടച്ച് പുറത്ത് ഓപ്പൺ എന്ന ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു. പാക്കിൽ 15 പടി ചെട്ടിക്കുന്ന് ഇവിടെ പൈപ്പിന് കുഴിയെടുത്ത് ഒരു 2 മാസമായിട്ട് കുഴിക്കുകയും മൂടുകയും ചെയ്യുന്നത് വഴി ഭയങ്കര പൊടി ശല്യങ്ങളാണ്. കടകൾ തുറക്കുവാനോ അല്ലെങ്കിൽ ഇവിടെ പൊടിയുടെ ശല്യം കാരണം മറ്റുള്ളവർ വളരെ ബുദ്ധിമുട്ട്. ഇതിനെക്കുറിച്ച് ആരും പലർക്കും പരാതി പറഞ്ഞിട്ടും ഒരു നടപടി ഉണ്ടാകുന്നില്ല. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. ഞങ്ങൾക്ക് കട തുറക്കാനോ ഇരിക്കുവാനോ പറ്റില്ല. ഭയങ്കര പൊടിയാണ്. 2 സൈഡിലും അവിടെയും കുഴിച്ചിട്ടിരിക്കുകയാണ്, ഇവിടെയും കുഴിച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ കോൺട്രാക്ട് വന്നാൽ വൃത്തിയാക്കുകയോ പണികൾ തീർക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. 2 മാസമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഇവിടെയുള്ള ജനങ്ങളും സ്ഥാപനം നടത്തുന്നവരും. മുളങ്ങര തൊട്ട് പാക്കി ചെട്ടിക്കുന്ന ഈ പ്രദേശം മുഴുവനുള്ള ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് ഈ ഒരു പൊടിയുടെ ശല്യം കൊണ്ട്. പാക്കിലെ ദൃശ്യ ഇലക്ട്രോണിക്സ്, അതായത് വിനോദേട്ടൻ്റെ കടയെന്ന് പറഞ്ഞാൽ ടി വി കടയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞങ്ങൾക്ക് 3 ആഴ്ചയായി ഈ പൊടി പ്രശ്നം തുടങ്ങിയിട്ട്. അധികാരികളോട് പറയുമ്പോൾ ഇപ്പോൾ ശരിയാക്കി തരാം എന്നുള്ളതല്ലാതെ അവർ യാതൊരു വിധത്തിലും ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇടയ്ക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വെള്ളം വന്ന് ഒഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ജസ്റ്റ് ഒന്ന് കാണിക്കുകയോ ഒഴിക്കുകയോ അങ്ങ് പോവുക. പിന്നെ ഞങ്ങൾ രാവിലെ ഇവിടെ കട തുടങ്ങിക്കഴിഞ്ഞാൽ താഴേന്ന് വെള്ളം എടുത്ത് 3 നേരം വെച്ച് നനയ്ക്കുകയാണ്. ഇവിടെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ വിളിക്കുന്നു, എല്ലാവരെയും വിളിക്കുന്നു. ഇവരെല്ലാവരും ഇപ്പം റെഡിയാക്കി തരാം എന്ന് പറയുന്നുണ്ട്. കടയിലോട്ട് ആൾ വരാതെയായി. പാക്കിക്കവലോട്ട് പോലും ഇപ്പോൾ ആൾക്കാർ ഇറങ്ങാതെയായിട്ടുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച 3 ദിവസത്തോളം കട അടച്ചിട്ടേക്കുമായിരുന്നു. ഇരുവശങ്ങളിലും കുഴികുത്തിയ റോഡിലൂടെ മരണപ്പാച്ചിൽ നടത്തുന്ന സ്വകാര്യ വാഹനങ്ങൾ നാട്ടുകാർക്കും വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാകുന്നു. കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ 26-ാം വാർഡായ പാക്കില് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം കടകളാണെങ്കിൽ ഒന്നുമേ ഒരു ദിവസം പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥ, പൊടിശല്യം മൂലം തുറക്കാൻ മേലാത്തൊരവസ്ഥയാണ്. കണ്ടിട്ട് നമുക്ക് തന്നെ എന്താ പറയേണ്ടതെന്ന് അറിയാൻ മേലാത്ത, അവരോട് പറയാൻ മേലാത്തൊരവസ്ഥയാണ്. ഇതിന് കോട്ടയം മുനിസിപ്പാലിറ്റിയും വാട്ടർ അതോറിറ്റിയും ചേർന്ന് ഒത്തൊരുമിച്ച് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ താഴ്മയായിട്ട് പറയുകയാണ്. പാക്കൽ ചിങ്ങവനം റോഡില് 15 പടി മുതൽ ഇങ്ങോട്ട് കുഴിയെടുക്കാൻ തുടങ്ങിയിട്ട് 1.5 മാസത്തോളമായി. ഇത് യാതൊരുവിധ ആഫ്റ്റർ എഫക്റ്റും ഇല്ലാതെ ഇങ്ങനെ മൂടി ചുമ്മാ ഇട്ടിരിക്കുകയാണ്. ഈ നാട്ടുകാരെ മുഴുവൻ വിഷമിപ്പിച്ചുകൊണ്ട് മണ്ണെടുത്തത് പോലും ഇപ്പം മുഴുവനും എടുക്കാതെയും ഈ പ്രദേശം മുഴുവൻ പൊടിശല്യം കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ മേലാത്ത ഒരു അവസ്ഥയിലായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിന് ആരോട് എന്ത് പറയണമെന്ന് എന്നതറിയാൻ പാടില്ല. ആരോട് ചോദിച്ചാലും അതിന് ഉത്തരവാദികൾ ആരുമില്ല. കുഴിച്ചോരിയോട് ചോദിച്ചാലും അവർക്ക് റെപ്രസെൻറ്റേറ്റീവ്സ് പോലും ഇല്ല. ഇത് ആരാണ് ഇത് ചെയ്യുന്നത്, എന്താണ് ഇത് ചെയ്യുന്നത്, ആർക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് ഒന്നും ഒരു ഐഡിയ ഇല്ല. കുറേ മുഴുകാനാണെന്നും പറയും കുറേ പൈപ്പുകൾ ഇട്ട് പോയിട്ട് 2 സൈഡ് റോഡിന്റെ 2 സൈഡും കുഴിച്ച് ഇട്ടിരിക്കുകയാണ്. അത് മൂടിയിട്ടിട്ടുണ്ടെന്നല്ലാതെ അതിന് യാതൊരു പ്രയോജനവും ഇല്ലാത്ത വിധത്തിൽ ദിവസവും 100-300 പ്രാവശ്യം ബസ് തന്നെ ഓടുന്ന ഒരു കവലയാണ്. അവിടെ ഇങ്ങനെ ഈ പ്രദേശത്ത് 4 ചുറ്റും കവലയുടെ 4 ചുറ്റും പിന്നെ മാന്തിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ജനങ്ങൾക്ക് ജീവിക്കാൻ മേലാത്ത ഒരു അവസ്ഥയിലായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഇതിന് എന്തെങ്കിലും പ്രശ്നം സർക്കാർ വകയോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വകയോ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇത് വലിയൊരു ദുരിതമായി മാറുമെന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ്. തലങ്ങും വിലങ്ങും വെട്ടിമുറച്ച പാക്കിൽ കവല പൂർണ്ണസ്ഥിതിയിലാകുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നാട്ടുകാരും വ്യാപാരികളും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇന്നത്തെ കേരള മലയാളി വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി കാണുന്നതുവരെ ഏവർക്കും നമസ്കാരം. ഈ ന്യൂസ് ബുള്ളറ്റിൻ നിങ്ങൾക്കായി സമർപ്പിച്ചത് അറോറ ഷീ കളക്ഷൻസ് കളത്തിപ്പടി, കോട്ടയം. കുറഞ്ഞ ചെലവിൽ അണിഞ്ഞൊരുങ്ങാം.